ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ അനുഗ്രഹത്തിൽ കടന്നു വന്ന മക്കളെ, ഇന്നത്തെ ദിവസം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന അനേകായിരം മക്കൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഒരു സന്താനമില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാവുന്ന എല്ലാ ദുഃഖങ്ങളേക്കാൾ വലുതാണ്. ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ജീവിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഒരു കുഞ്ഞില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ വിഷമമാണ്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ വിഷമം എത്രത്തോളമാണെന്നുള്ളത് അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആ ഒരു ദുഃഖത്തിലൂടെയും ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയും കടന്നു പോകുന്ന മക്കൾക്കായി ഇന്ന് വചനക്കൊന്ത സമർപ്പിക്കുകയാണ്. ഇന്നത്തെ വചനക്കൊന്ത എന്ന് പറയുന്നത് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് കൊന്ത പഠിക്കുന്നത് പോലെ തന്നെ നമുക്കിത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ വചനം, ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥിച്ചതിന് ശേഷം വിശ്വാസ പ്രമാണം പഠിക്കുക. അതിനുശേഷം ഒന്നാമത്തെ നമ്മുടെ വചനമാണ്, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരബലം ഒരു സമ്മാനവും. സങ്കീർത്തനങ്ങൾ 127:3. അതൊരു 10 തവണ നമുക്ക് ഏറ്റുപറയാം. അതിനുശേഷം അടുത്ത ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയം 10 നമ്മൾ വചനം പറഞ്ഞതിന് ശേഷം, ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി പറഞ്ഞതിന് ശേഷം അടുത്ത രണ്ടാമത്തെ വചനം, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഉൽപ്പത്തി 1:28. ഈ വചനം പറഞ്ഞ് നമുക്ക് 10 തവണ പ്രാർത്ഥിക്കാം. അതിനുശേഷം വീണ്ടും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി അടുത്തതിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അവിടുന്ന് വന്ധ്യതയ്ക്ക് വസതി കൊടുക്കുന്നു, അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. സങ്കീർത്തനങ്ങൾ 113:9. ഈ വചനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം ചൊല്ലി, ഈ സങ്കീർത്തനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. അതും 10 തവണ ഇതേപോലെ പറയുക. അതിനുശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയം, ഒരു ത്രിത്വസ്തുതി പറയുക. അടുത്തതായി വീണ്ടും നമുക്ക് പറയാനുള്ള വചനം ഹെബ്രായർ 11:11. ഹെബ്രായർ 11:11. തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു എന്നുള്ള വചനമാണ് അടുത്തത്. അതിനുശേഷം വീണ്ടും നമുക്കൊരു ത്രിത്വസ്തുതി പറയാം. ത്രിത്വസ്തുതി പറഞ്ഞ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി, നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി അതിനുശേഷം വീണ്ടും നമുക്ക് അടുത്ത വചനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്ത വചനം എന്ന് പറയുന്നത് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നും 2-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും എന്നുള്ള വചനം ചൊല്ലി 10 തവണ ഇതും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനുശേഷം വീണ്ടും ത്രിത്വസ്തുതി, ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ, ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു ത്രിത്വസ്തുതി, ഒരു നന്മ നിറഞ്ഞ മറിയമ്മേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കുക. ഇത് പ്രാർത്ഥിക്കാൻ നമുക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ അകത്തേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. മക്കളില്ലാതെ അനേകായിരം മക്കൾ വിഷമിക്കുന്നുണ്ടായിരിക്കും. ആ മക്കൾക്ക് ഈ വചനക്കൊന്ത അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കട്ടെ. അവർ ഈ വചനക്കൊന്ത പ്രാർത്ഥിക്കുന്നതിലൂടെ സന്താനമില്ലാതെ വിഷമിക്കുന്ന എല്ലാ മക്കൾക്കും സന്താനങ്ങളെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.